നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അതിൽ അംഗങ്ങളാകാൻ കഴിയുന്നത് ആ സംസ്ഥാനത്തെ നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ 15% പേർക്ക് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ 140 അംഗ നിയമസഭയാണുള്ളത്. അതിനാൽ തന്നെ നമ്മുടെ മന്ത്രിസഭയ്ക്ക് പരമാവധി 21 അംഗങ്ങളാണ് ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. UDF 2026 ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ ഘടകകക്ഷികൾക്ക് വീതം വെച്ചതിന് ശേഷം കോൺഗ്രസിന് മുഖ്യമന്ത്രി പദവി ഉൾപ്പെടെ 10 മന്ത്രിമാരെയാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. കാരണം മുസ്ലിം ലീഗിന് 5 മന്ത്രി പദവികൾ നൽകേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഒരു മന്ത്രി പദവി നൽകേണ്ടതുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് ഒരു മന്ത്രി പദവി നൽകേണ്ടതുണ്ട്. RMPക്ക് ഒരു മന്ത്രി പദവി നൽകേണ്ടതുണ്ട്. CMPക്ക് മന്ത്രി പദവി നൽകേണ്ടതുണ്ട്. RSPക്ക് മന്ത്രി പദവി നൽകേണ്ടതുണ്ട്. മാണി സി കാപ്പൻ്റെ പാർട്ടിയായ KDPക്ക് മന്ത്രി പദവി നൽകേണ്ടതുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കോൺഗ്രസിന് ലഭിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 10 മന്ത്രിസ്ഥാനങ്ങളിൽ ഉറപ്പായും മന്ത്രിസഭയിൽ ഇടം നേടാൻ സാധ്യതയുള്ള നേതാക്കളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ പൊതുവിൽ ഒരു UDF അനുകൂല അന്തരീക്ഷമാണ് രാഷ്ട്രീയമായി നിലനിൽക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ശക്തമാണ്. അതിനാൽ തന്നെ UDF അധികാരത്തിലെത്തിയാൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിച്ചേരുവാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന നേതാവ്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നിരവധി ആളുകൾ പദവിക്ക് യോഗ്യരാണെങ്കിലും VD സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് കൈവരിക്കാനായ വളർച്ചയും നിയമസഭയിലെ അദ്ദേഹത്തിന്റെ മിന്നും പ്രകടനങ്ങളും ഉപതെരഞ്ഞെടുപ്പുകളിലെ ആധികാരികമായ വിജയങ്ങളുമെല്ലാം ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പ്രതിച്ഛായ അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ പകർന്നു കിട്ടുവാൻ ഇടയാക്കിയിട്ടുണ്ട്. VD സതീശനെ ഒഴിവാക്കിയാൽ മന്ത്രിസഭയിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുള്ള മറ്റ് നേതാക്കൾ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഉറപ്പായും രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും മന്ത്രിസഭയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള ആദ്യ കോൺഗ്രസ് നേതാവ്. VD സതീശനെ പോലൊരു ജൂനിയറിന്റെ കീഴിൽ മന്ത്രിയായി ഇരിക്കേണ്ട എന്ന് ചെന്നിത്തല തീരുമാനിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കപ്പെടുവാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ രമേശ് ചെന്നിത്തലയെ പോലെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ഉറപ്പായും തൻ്റെ അവസരത്തിനായി കാത്തിരുന്നുകൊണ്ട് തന്നെ VD സതീശന്റെ കീഴിൽ മന്ത്രിയാകുവാൻ തന്നെയാണ് സാധ്യത. ഇപ്പോൾ 69കാരനായ രമേശ് ചെന്നിത്തല തൻ്റെ 26-ാം വയസ്സിൽ 1982 ആദ്യമായി കേരള നിയമസഭയിൽ അംഗമാകുന്നത്. പിന്നീട് തൻ്റെ 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു വർഷം മന്ത്രിയായി കരുണാകരൻ്റെ മന്ത്രിസഭയിൽ സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട്. പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുമാറിയ ചെന്നിത്തല കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് 2005 KPCC അധ്യക്ഷനായിക്കൊണ്ടാണ്. 2005 K കരുണാകരൻ്റെ നേതൃത്വത്തിൽ K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ടപ്പോഴാണ് I ഗ്രൂപ്പിനെ പാർട്ടിക്കുള്ളിൽ പിടിച്ചു നിർത്തുവാനായി ചെന്നിത്തലയെ സംസ്ഥാനത്തേക്ക് തിരികെ എത്തിച്ചത്. അതിനുശേഷം 2011-ലും 2016-ലും 2021-ലും ഹരിപ്പാട് നിന്ന് നിയമസഭയിൽ എത്തിയ ചെന്നിത്തല 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2016-21 കാലഘട്ടത്തിൽ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും അദ്ദേഹം തന്നെയായിരുന്നു. അതിനാൽ തന്നെ ഭരണ നൈപുണ്യവും അനുഭവ പരിജ്ഞാനവുമുള്ള ചെന്നിത്തലയെ തീർച്ചയായും 2026 കോൺഗ്രസ് ഒരു മന്ത്രിസഭ രൂപീകരിച്ചാൽ അതിൽ അംഗമാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ചെന്നിത്തലയ്ക്ക് ശേഷം ഈ മന്ത്രിസഭയിൽ അംഗത്വം ഉറപ്പാക്കിയിട്ടുള്ള മറ്റൊരു നേതാവ് KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫാണ്. KPCC അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹം എത്തിയത് ക്രൈസ്തവ പ്രാതിനിധ്യത്തിൻ്റെ പേരിലാണെങ്കിൽ 2026 കേരള മന്ത്രിസഭയിലേക്കും അദ്ദേഹം എത്തുവാൻ പോകുന്നത് ക്രൈസ്തവ പ്രാതിനിധ്യത്തിൻ്റെ പേരിൽ തന്നെയായിരിക്കും. ഇതുകൂടാതെ മലബാർ ബെൽറ്റിൽ നിന്നുള്ള കോൺഗ്രസ് മന്ത്രി എന്ന പരിഗണനയിലും സണ്ണി ജോസഫ് തന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസ് മന്ത്രിസഭയിൽ അംഗമാകുന്നുവെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. 2011-ലും 16-ലും 21-ലും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രം കൂടിയായ പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് സണ്ണി ജോസഫ് കേരള നിയമസഭയിലേക്ക് വിജയിച്ചു കയറിയത്. ഈ പട്ടികയിലെ 3-ാം പേരുകാരൻ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള നേതാക്കളിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, ഏറ്റവും അധികകാലം MLA പദവി അലങ്കരിച്ചിട്ടുള്ള, ദീർഘകാലം മന്ത്രിയായിരുന്ന് കഴിവ് തെളിയിച്ചിട്ടുള്ള KPCC അച്ചടക്ക സമിതി ചെയർമാൻ കൂടിയായ കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. 1996 മുതൽ 2011 വരെ അടൂരിൻ്റെ MLA ആയിരുന്ന തിരുവഞ്ചൂർ പിന്നീട് 2011-ലും 16-ലും 21-ലും കോട്ടയത്ത് നിന്നാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2004-6 കാലഘട്ടത്തിലെ 1-ാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും 2011-16 കാലഘട്ടത്തിലെ 2-ാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും നിരവധി വകുപ്പുകൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അനുഭവ പരിചയം
UDFിനെ സംബന്ധിച്ച് 2026 ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പോകുകയാണെങ്കിൽ അത്യന്താപേക്ഷിതമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അതിനാൽ തന്നെ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും കഴിഞ്ഞാൽ 2026 UDF ഒരു മന്ത്രിസഭയുണ്ടാക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായി മൂന്നാമനായി തിരുവഞ്ചൂർ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. നാലാമതായി മന്ത്രിസഭയിൽ സാന്നിധ്യം ഉറപ്പിക്കുമെന്ന് നമുക്ക് ഉറപ്പായും പറയാൻ കഴിയുന്നൊരു നേതാവ് നിയമസഭയിൽ വണ്ടൂരിന്റെ ജനപ്രതിനിധിയായിട്ടുള്ള കോൺഗ്രസിന്റെ സീനിയർ നേതാക്കളിൽ ഒരാളായ നിയമസഭയിൽ 4 നൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന AP അനിൽകുമാറാണ്. 2001 മുതൽ നിയമസഭയിൽ വണ്ടൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം 2004-2006 കാലഘട്ടത്തിലും 2011-2016 കാലഘട്ടത്തിലും കേരളത്തിൽ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ KC വേണുഗോപാലിന്റെ ഏറ്റവും വിശ്വസ്തനായ നേതാവ് കൂടിയായ AP അനിൽകുമാർ ഉറപ്പായും മന്ത്രിസഭയിൽ പിന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധി കൂടിയായി അംഗത്വം നേടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ മുമ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളതുപോലെ പിന്നോക്ക വകുപ്പ് ആയിരിക്കില്ല, നേരെ മറിച്ച് വളരെ പ്രാമുഖ്യമുള്ള ഏതെങ്കിലും ഒരു വകുപ്പോട് കൂടി തന്നെയായിരിക്കും അനിൽകുമാർ 2026 UDF ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി അതിൽ അംഗത്വം നേടിയെടുക്കാൻ പോകുന്നത്. കേരളത്തിൽ UDFിനെ സംബന്ധിച്ച് അധികാരത്തിലേക്ക് തിരികെ എത്തണമെങ്കിൽ ഒരു വിഭാഗം ഇഴവ വോട്ടുകൾ കൂടി ആകർഷിക്കേണ്ടതുണ്ട്. അതിന് പ്രാപ്തരായ കോൺഗ്രസ് നേതാക്കളിൽ ഒന്നാം പേരുകാരൻ ഇപ്പോൾ UDF കൺവീനർ കൂടിയായ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശാണ്. 1996 മുതൽ 2019 വരെ അദ്ദേഹം കോന്നി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കേരള നിയമസഭയിൽ അംഗമായിരുന്നു. 2004-2006 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും 2011-2016 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും മന്ത്രി എന്ന നിലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അടൂർ പ്രകാശ്. CPMന്റെയും ഇടതുമുന്നണിയുടെയും കുത്തകയായിരുന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയാണ് 2019-ലും 2024-ലും UDFന് വിജയമൊരുക്കിയത് എന്ന കാര്യത്തിലും സംശയമില്ല. അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അദ്ദേഹം 2019-ൽ പദവി ഒഴിഞ്ഞതിനു ശേഷം കോന്നി മണ്ഡലം നിലനിർത്തുവാനും 2021-ൽ തിരികെ പിടിച്ചെടുക്കുവാനോ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈഴവ പ്രാതിനിധ്യത്തിന്റെ പേരിൽ ഈഴവ സമൂഹത്തിന്റെ വിശ്വാസമാർജിച്ച് അവരുടെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടി കോന്നി മണ്ഡലം തിരികെ പിടിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ UDFിന്റെ കൺവീനർ അടൂർ പ്രകാശിനെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് മത്സരിപ്പിക്കുവാനും വിജയിച്ചു വരികയും UDF മന്ത്രിസഭയുണ്ടാക്കുകയും ചെയ്താൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുവാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഉറപ്പായും മന്ത്രിയാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് T സിദ്ദിഖാണ്. അദ്ദേഹം 2021-ലാണ് ആദ്യമായി കേരള നിയമസഭയിലെത്തിയത്. ഇപ്പോൾ അദ്ദേഹം കൽപ്പറ്റയുടെ ജനപ്രതിനിധിയാണ്. രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം മന്ത്രിമാർക്ക് അപ്പുറം കോൺഗ്രസ് എല്ലാ കാലഘട്ടത്തിലും മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധിയെ കോൺഗ്രസിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താറുണ്ട്. 2011-16 കാലഘട്ടത്തിൽ അത് മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോയ സാഹചര്യത്തിൽ ഇത്തവണ അത്തരമൊരു പ്രാതിനിധ്യം ഉണ്ടാകുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നുള്ള ആദ്യ പേരുകാരൻ T സിദ്ദിഖാവും എന്ന കാര്യത്തിലും തർക്കമില്ല. നിയമസഭയിൽ കന്നിക്കാരനാണ് എങ്കിലും ദീർഘകാലം സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് കരുത്തു തെളിയിച്ച പാരമ്പര്യത്തിന്റെ കൂടി ആനുകൂല്യത്തിലാണ് T സിദ്ദിഖ് മന്ത്രിസഭയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത്. ഇത്തരത്തിൽ VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടൂർ പ്രകാശും T സിദ്ദിഖും ഉൾപ്പെടെ 7 പേരാണ് കോൺഗ്രസ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ 2026 മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രി പദവികളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള നേതാക്കൾ. ആ 3 മന്ത്രി പദവികളും ലഭിക്കാനിടയുള്ള സ്പീക്കർ പദവിയും സാമുദായിക സന്തുലിതാവസ്ഥ ഉറപ്പുവരുത്തിക്കൊണ്ട് വീതിക്കുക എന്നത് പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.